എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ ഡാർജിലിങ്ങിന് പോകുന്ന വഴിക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡാർജിലിങ്ങിന് ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. ഫുള്ള് തേയിലയാണ്. തൊട്ട് താഴെയൊക്കെ ചേച്ചിമാർ തേയിലയുടെ കുളന്ത്, അതായത് ഇതിൻ്റെ കിളിന്ത് ഞുള്ളുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മുടെ നാട്ടിൽ AVT കണ്ണന്തേവനും അതും ഇതും ഒക്കെ ചായ എത്തിക്കുന്നത്. ഇതാണ് ആ കുളന്ത് അല്ലെ കുളമ്പ് എന്ന് പറയുന്ന സാധനം. ഇതിനെ കൊണ്ട് ഫാക്ടറി കൊണ്ട് കൃഷി ചെയ്ത് ഉണക്കുന്നതല്ല ലിവിനെ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീയലുള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. എൻ്റെ പൊന്നു ലിവിനെ, തീയലല്ല, തേയില. തേയില. യെസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വെസ്റ്റ് ബംഗാളിൻ്റെ ഹിൽ സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഡാർജിലിംഗ് സിക്കിമിനാണ് പോകുന്നത്. ഈ സിക്കിമിന് പോകുമ്പോൾ എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ തണുപ്പായിരിക്കും. അതുകൊണ്ട് ഭയങ്കര രസമായിരിക്കും. അതിമനോഹരമായ റോഡില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. യെസ് ഗൈസ്, നോക്കൂ. അതായത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മൾ 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ TT പോലായിട്ട് നമ്മൾ സിക്കിമിൽ പോയപ്പോൾ മൊത്തം തണുപ്പായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല, അതെ ചൂടാണ്. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞങ്ങൾ സിലിഗുരിക്ക് പോകുവാണ്. പോകുന്ന വഴി മൊത്തം തേയിലയാണ്. ഞങ്ങൾ സിലിഗുരിക്ക് പോവാണ്. നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ തേയില നിൽക്കുവാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല 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 കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ. കാലയിൽ കമ്പിയുണ്ട്. ഇപ്പൊ കണ്ടില്ലായിരുന്നു. മൊത്തം പുല്ലായിരുന്നു. പുല്ലിന്റെ ഇടയ്ക്കൂടെ മൊത്തം കമ്പിയാ. കമ്പിക്കകത്തുനിന്ന് ഒറ്റ കുത്ത് നോക്കുമ്പോ ഇതൊക്കെ ചോര ഒഴുകുന്നു. ഡാർജിലിംഗിൽ പോണ വഴിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ തേയിലത്തോട്ടം കണ്ടത്. മൈക്കിൾ ഇപ്പൊ അലപ്പാക്കുന്നത്. മൈക്കിളിൽ ഇപ്പൊ തേയില നുള്ളാൻ പോണം. അവര് സമ്മതിക്കില്ലേ ഗൈസ്. അത് കാരണം അതെ, മൈക്കിൾ പപ്പയുടെ കൂടെ പോയി. പക്ഷെ ഇത് പോയില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ കൂടി ഉള്ളൂ. 2.5 മണിക്കൂർ ഫുള്ളും തേയിലത്തോട്ടായിരിക്കും. ഇതൊരു എസ്റ്റേറ്റ് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ വഴി കൂടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോയി ഇങ്ങോട്ട് നോക്കിയേ. അവിടെ പോയി ലൈറ്റ് ഒക്കെ നോക്കുവാണ് കേട്ടോ. ഇതിന് മേലിലൂടെ കയറാൻ വേണ്ടിയുള്ള സർക്കസ് അല്ല, വേറൊന്നും അല്ല. ഇവിടെ ചവിട്ടിക്കാവനാണ് ലൈറ്റ്. ഇതാണ് കത്തുന്ന സാധനം. ഇതിന്റെ മോന് കയറണ കയറാൻ വേണ്ടിയാ. നമ്മൾ ഡാർജിലിംഗിലേക്ക് പോവുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് നല്ല തേയിലത്തോട്ടങ്ങൾ കണ്ടു. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള തേയിലത്തോട്ടം. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. താഴെ വീണ് 500 രൂപ കിട്ടി. വീണ് പോയതാ കേട്ടോ. ഒറിജിനൽ ആണോ നോക്കട്ടെ. ഒറിജിനൽ നോട്ടോ, അത് കണ്ടറിയത്തില്ലേ? അല്ല ഇവനെ ഒറിജിനൽ നോട്ടോ. ഒറിജിനൽ ഇത്രയും കാലം ഇവിടെ വെള്ളത്തിൽ കിടക്കൂല. ഇവിടെ പോയില്ലായിരുന്നു. കേട്ടോ 12 സിഗ്നൽ ഉണ്ടാവും. സിഗ്നൽ ഇതുണ്ടോ 3 ഞങ്ങൾക്ക് 12 ഉണ്ടാവും. നമ്മൾ 4 പേരെ എണ്ണിയിട്ടുള്ളൂ. 3 പേരെ എണ്ണിയിട്ടുള്ളൂ. 4, 5, 6. പിന്നെ എല്ലാ കച്ചവടക്കാരും ഇത് അറിഞ്ഞിട്ടല്ലേ നോട്ട് കിട്ടുമ്പോൾ മേളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മേടിച്ച് പെട്ടിലേക്ക്. അപ്പൊ ശരിക്കും ആർക്കും അറിയില്ല. ഏകദേശം കൊട്ട നമുക്ക് മേടിച്ച് വെക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിലത്ത് കിട്ടുന്ന പൈസ എടുക്കാതിരിക്കുന്നതല്ല. കാശ് പ്രശ്നം ഉണ്ടാവും. പൈസ, സ്വർണം ഇതൊന്നും എടുക്കാൻ പാടില്ല. അതായത് മറ്റൊരു ആള് പ്രാഗിട്ട് വെച്ച സാധനമായിരിക്കും. ഗൈസ്, ശരിക്കും 3 വഴികളാണ് ഡാർജിലിങ്ങിന്. ഒന്നാം മിറിക്ക് വഴി പോവാം, ഒന്ന് ഈ മിറിക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങേണ്ടി ഈ സെൻട്രൽ വഴി പോവാം, പിന്നെ ഒന്ന് സിലിഗുരിയിൽ നിന്ന് അങ്ങനെ പോവാം. പക്ഷെ നമ്മൾ സെൻട്രൽ വഴിയാണ് പോകുന്നത്. കാരണം നമ്മൾ 2 പ്രാവശ്യം അപ്പുറത്തെ വഴി കൂടെ പോയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ ഈ വഴിയെ പോവുകയാണ്. ഈ വഴിക്കാണ് വീതിയും കൂടുതലാണ്, നല്ല റോഡുമാണ്, കാഴ്ചകൾ കൂടുതൽ കിട്ടുമോ. നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുവാണെങ്കിൽ നല്ല ക്ലൈമറ്റിൽ നമുക്ക് വാഹനം എത്തിക്കാൻ പറ്റും. നല്ല റോഡാട്ടോ. ഈ റോഡ് തെന്നുന്നതുകൊണ്ടേ ഇതിനകത്ത് കല്ല് പാകിയിട്ടുണ്ടല്ലേടാ. അതെ, നമ്മളെ പോലുള്ള വണ്ടികൾക്ക് നല്ലതാണ്. പക്ഷെ ബൈക്കുകാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റോഡാണ്. ഈയിടെയായിട്ട് ഒടുക്കത്തെ ക്ലച്ച് കത്താട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ക്ലച്ചിൽ ലൈനർ ഒരു 25 കിലോമീറ്റർ കിട്ടുമോ? അത് കിട്ടും. നമുക്ക് വീട്ടിലെത്താലോ. നാട്ടിലെത്തുമ്പോൾ എന്തായാലും മാറ്റേണ്ടി വരും കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി അപ്പനെ അമ്മേനെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അപ്പനെ അമ്മേനെ ഞങ്ങൾ അങ്ങനെ ഡാർജിലിംഗ് കാണിക്കാൻ പോവാണ്. അപ്പൊ പോകുന്ന വഴികളൊക്കെ അപ്പന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡാർജിലിംഗിലോട്ട് പോവുകയാണ്. നല്ല വളവും തിരിവും, 2 സൈഡിൽ നല്ല തേയില തോട്ടങ്ങള്, മരങ്ങള് എല്ലാം നല്ല കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. അതിമനോഹരമായ സുന്ദരിയായി നിൽക്കുന്ന ഈ പ്രകാശം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സന്തോഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തെല്ലാം കാഴ്ചകളുണ്ട് കാണാൻ. അമ്മയ്ക്ക് പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? നമ്മൾ ഇന്നലെ പോയത് എൻ്റെ അമ്മ കിളി പോയി. കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. നമുക്ക് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി സിക്കിമിന് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്.
അതാണല്ലോ ഇതിന്റെ 10 ഇരട്ടിയാ. അത് കഴിഞ്ഞ് നമ്മള് അരുണാചല് അത് ഇതിന്റെ 8 ഇരട്ടിയാ. പിന്നെ നമ്മൾ വന്നതിൽ ഇപ്പൊ നല്ല വഴിയാണ്. ഇപ്പൊ നല്ല വഴി കുറേ ഒരു 3-4 ദിവസം കൂടി ഇന്ന് നല്ല വഴി കിട്ടി. യാത്ര നല്ല ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുണ്ടോ റോഡ് പണി പാലത്തിന്റെ പണി കലിങ്ങിന്റെ പണിയാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർത്തി കൊടുക്കേണ്ടത്. കലിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പുറത്തെ ആള് പറഞ്ഞ് നമ്മളോട് കേറിക്കോളാം അല്ലേ ഇവനെ? നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. പക്ഷെ അവരോട് നിർത്തും. ഉൾപ്രദേശമായാലും നല്ല റോഡല്ലേ, അത് നല്ല റോഡും കറണ്ടും ഉണ്ട്. എനിക്ക് ഈ കുഴി കാണുമ്പോൾ പേടിയാവുകയാണ്. ഈ പിള്ളേർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ വീട്ടിലുള്ളവർക്ക് സുഖമാണ്, പക്ഷേ ഈ യാത്ര അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഓരോ കുഴി കാണുമ്പോഴത്തേന് നമ്മുടെ ജീവൻ പോകും. ഇതെന്ന് പറഞ്ഞാൽ അമ്മ ഈ കുഴിയൊക്കെ ചെറുതമ്മേ. ഇത് നമ്മൾ മേലോട്ടൊക്കെ ചെല്ലാൻ ഇതിലും വലിയ കുഴികളും ഇതിലും വലിയ ഗർത്തങ്ങളും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഉണ്ടല്ലോ, പപ്പ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാളും ഭയങ്കര ഇതാണ് നോർത്ത് ഈസ്റ്റ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊക്കെ വീട്ടിൽ ഇരിക്കാൻ പേടിയാ. ഇവര് വരുന്നിടം വരെ നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താന്ന് ചോദിച്ചാൽ വലിയ ഞാൻ പോയി കണ്ടുകൊണ്ട് നമുക്ക് അത് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും. എന്ന് വെച്ചാൽ വലിയ ഗർത്തങ്ങളാണ്, അതിലേക്ക് കൂടെയാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. ഇതല്ല കാണേണ്ടത് വെച്ചാൽ ഈ പക്ഷേ ഉംലിംഗ പാസും പിന്നെ കില്ലക്കിസ്റ്റാലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. സംസാരില്ലേ അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. അതേ നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ നിൽക്കാതെ നമുക്ക് അത്രയും തോന്നൂല. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ഞെട്ടിപ്പോവും. കൊണ്ടുപോയി ഞാൻ എന്റെ കയ്യിലൊരു ഇങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിലേ മനസ്സിൽ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. എന്നാ വെച്ചാൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നോ? എന്നാ നിങ്ങളിങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ അല്ലേ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ട്. നമ്മളത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാ. അപ്പൊ നിങ്ങൾക്ക് വിഷമമാവും, അതുകൊണ്ടാണ് ഞങ്ങളത് പ്രകടിപ്പിക്കാത്തത്. നിങ്ങൾക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. പിന്നെ അതെ, ഗൈസ് ഈ പോകുന്ന വഴിയേ കിലോമീറ്ററോളം ഇതേപോലെ തേയില ഇങ്ങനെ പച്ച നിറത്തിൽ, അതായത് കടുംപച്ചയല്ല കേട്ടോ, ഇളം പച്ച നിറത്തില് ഡാർജിലിംഗ് ടീ അതിന് മൊത്തത്തിൽ പറയാം. അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ഒരു തേയിലത്തോട്ട് ഇതേപോലെ ഇങ്ങനെ കിടക്കുക. ഇനി അങ്ങോട്ടും നമ്മൾ ചെല്ലാൻ നേരത്തെ ഇതിന്റെ 10 ഇരട്ടി സെറ്റപ്പുള്ള സ്ഥലങ്ങൾ നമുക്ക് അങ്ങ് മേലിലേക്ക് കാണാൻ സാധിക്കും. പ്ലെയിൻ ലാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. പ്ലെയിൻ ലാൻഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇവനെ കാണേണ്ട കാഴ്ച ഇപ്പം തന്നെ തുടങ്ങും. എന്നാ വലിയ മരമാണ് കിടക്കുന്നത്. എനിക്ക് 50 കൊല്ലെങ്കിലും പഴക്കം ഉണ്ടാവില്ലേ എന്നാ മരത്തിന്? നമ്മളീ പോകുന്ന സ്ഥലം ത്രിപുരയിലൊക്കെ നമ്മൾ കണ്ട പോലെ ഫുള്ള് അടയ്ക്കാമരവും പാക്കും വേറൊരു സെറ്റപ്പ് അല്ലടാ. അതെ അതെ, ഫുള്ള് ചെമ്പരത്തി ഒക്കെ ഉണ്ടോ? ചെമ്പരത്തി 20 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ കേട്ടോ. നമ്മുടെ നാട് പോലെയൊക്കെ ആണല്ലോ ഇപ്പം ചെമ്പരത്തി എല്ലാ സാധനം ഉണ്ടല്ലോ ഇവിടെ. സാധാ ക്ലൈമറ്റ്, അങ്ങനെ വലിയ തണുപ്പോ അങ്ങനെ വലിയ സംഭവങ്ങളും. ദിസ് റോഡ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ PWD. വെസ്റ്റ് ബംഗാൾ പണിത റോഡാട്ടോ. ഇപ്പം ഭയങ്കര ട്രെൻഡ് ആയി ബോൺസായി, ഭയങ്കര പൈസ അതിന്. പക്ഷെ ഇവിടെ നോക്കിയേ, പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചെടി നോക്കിയല്ലോ ഇവനെ. ബോൺസായി അല്ല, ഇത് വേറെന്തോ സായി. ഇത് ആല് പോലത്തെ സാധനം. വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ടോ ഡാർജിലിംഗിൽ നിന്ന്? ചൈന മാപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ആക്രോസ്. ഇതുണ്ടോ റോഡ് തിരിയേണ്ടവരെ കാണിച്ചു തരും മേളില്. പിന്നെ അതേപോലെ A to Z എല്ലാ സംഭവം മെയിൻ ഹൈവേ കാണിച്ചു തരും. ഇന്ത്യ വെച്ചിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളിലെ ക്യാമറ വരെ ഡിറ്റക്ട് ചെയ്ത് കാണിച്ചു തരും. ഇത്ര കിലോമീറ്റർ സ്പീഡിലെ പോകാനുള്ളതെന്ന് പറഞ്ഞ് കാണിച്ചു തരും കറക്റ്റായിട്ട്. गाड़ी को यहाँ पर ले नहीं सकेगा, उधर नहीं जाएगा, छोटा रास्ता है. और SML जाएगा? आपका जाना है नहीं, ये SML जाएगा. रिटर्न नहीं SML है ना, SML स्वराज मस्ता ब्लू वाला वो गाड़ी है. हो जाएगा, ये जाएगा भैया, ये सेम गाड़ी है. मैं आपको बोल देता हूँ. हाँ ये मेरा बोलने का काम बोल दिया. हम लोग ड्राइवर है, 30 ईयर से गाड़ी चला रहा हूँ. ये प्रॉब्लम क्या है? हाइट का प्रॉब्लम है क्या? प्रॉब्लम क्या है? रोड नहीं लेगा जगह में. इतना भी साइज नहीं है जगह का, रोड का. ये പോകാൻ പറ്റില്ലല്ലോ ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം തിരിച്ചു പോകണം കേട്ടോ. ഇവിടുത്തെ ലോക്കൽസ് വന്ന് പറഞ്ഞു നമ്മുടെ വണ്ടി പോകാനുള്ള അത്ര സൈസ് ഇല്ലെന്ന്. റോഡ് മിർക്ക് റൂട്ടിൽ തന്നെ കയറുക? മിർക്കല്ല, നമ്മള് സ്ഥിരം പോകുന്ന റോഡ്. സ്ഥിരം പോകുന്ന റോഡ് മതി. ഇത് തിരിച്ചോടി. ആ സൈഡിൽ നിന്ന് പ്രശ്നമുണ്ടോ? ഇല്ല, പോട്ടെ. ചെരിഞ്ഞ വണ്ടി. തിരിച്ചോടി അല്ല, കാനെ പോവും. പോട്ടെ.
പോട്ടെ 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 വണ്ടി 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 പോട്ടെ 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 എടുക്കല്ല എടുക്കല്ല എടുക്കലെന്ന് ആ സൈഡ് നോക്കി എടുത്തേ. അങ്ങനെ പറഞ്ഞു മനസ്സില്ല അവിടെ പോയിട്ട് നമ്മൾ മെറുക്ക് റൂട്ടിൽ തന്നെ ചാടുന്ന പരിപാടി പാളിട്ടാ ആ റോട്ടിൽ കൂടെ വിടൂല. അതായത് വിടൂലല്ല വേണേ പൊക്കോ. ആ പുള്ളി പറഞ്ഞ SML കാര്യങ്ങളൊക്കെ പോകും, പക്ഷെ നിന്റെ വണ്ടി പോകൂല എന്ന് പറഞ്ഞു. പിന്നെ പൊക്കത്തിന്റെ പ്രശ്നം ഉണ്ടാവിനെ, ഹൈറ്റ് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അതായത് ഇവിടുന്ന് പറയാതെ കേട്ടോ അവിടെ എങ്ങാനും കൂടി കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് തെറിയും വിളിക്കും. അതും കേൾക്കണ്ടത്. അത് മാത്രമല്ല നമുക്ക് അപ്പുറത്തുള്ള മെയിൻ ലാൻഡ് മെയിൻ വഴി കൂടെ പോവാം. അതാ നല്ലത്, അതാ വലിയ വഴിയല്ലേ ഇവനെ. അതെ. എസ്റ്റേറ്റ് മാനേജർ ഗൈസ്, ഞങ്ങളെ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തിയേ. അതായത് ഇവിടെ ചേച്ചിമാർ തേയില നുള്ളുവാണ്. വിച്ച് കമ്പനി? വിച്ച് കമ്പനി? വിച്ച് കമ്പനി? ടാറ്റ. ഓ ഇതർക്കായേ? ഇതർക്കാ കൽക്കട്ട. കൽക്കട്ട. ഓ കൊൽക്കത്ത കമ്പനിയാണ്. ഐ സി. ഓക്കെ. അതായത് കണ്ടോളൂ എന്താണ് പ്രശ്നം എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അതായത് ഈ കാണുന്നത് ഇവിടെ വന്ന ആൾക്കാർ പണിയുന്ന അവരുടെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഹൗ മച്ച് സാർ, ഹൗ മച്ച് ഹിയർ പെർ ഡേ ലേബർ? 600, 400? No. Because of less payment, less wages, all are gone. Others to income more. Here only 250 rupees only. How per much day. time? 8 hours. 250 രൂപ. 250. അങ്ങനെ മോൻ കാണിക്കല്ലേ കൂടുതലാന്ന് പറയുന്നത് പുള്ളിക്കാരൻ സന്തോഷം. That's why right now expense is too much, na? Mobile, entertainment, every year. Electricity, home rent. 250 രൂപയ്ക്ക് എങ്ങനെയാണ് ആൾക്കാർ പണിയെടുത്ത് ജീവിക്കുക? To go other side. ആ പുള്ളി പറഞ്ഞല്ലേ ഇവിടെ പൈസ കുറവായതുകൊണ്ട് അടുത്ത പിന്നെ മേഖല പിടിക്കുവാന്ന്. In this job very less salary, people is changing another job. In same like Kerala. In Kerala, in Tata plantation, AVT, Tata, Kannandevan, almost so many plantation in Kerala. Munnar also Wayanad. So they have got money daily. How much they use? 600, 400 600, 400 rupees. That is minimum wages. We don't receive that. I mean, minimum wages not apply over here. I will see. Why not? Thank you. How many of you? 6 member is baker. Family. Nice because. This is vanity van, sir. Okay. ഗൈസ്, അതായത് നമ്മളങ്ങനെ ഈ കാണുന്ന ഈ ഒരു തേയിലപ്പാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ചേച്ചിമാർ നിന്ന് അങ്ങനെ തേയില ഞുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ടൂൾസ് സംഭവം. ഇവിടെ കൈ കൊണ്ടാണോ അല്ലെങ്കിൽ? ഇല്ല, ഒരു സാധനം ഉണ്ട് ഇങ്ങനെ അടിച്ചേക്കുന്നുണ്ട് കത്രിയ പോലത്തെ. ആ സാധനം വെച്ച് മേളി വെച്ചിട്ട് ഇവിടെ കൈ കൊണ്ടാട്ടോ. ഇവിടെ കൈ കൊണ്ടാ? ഇവിടെ കൈ കൊണ്ടാണ്. ഇതാ ചേച്ചിമാർ നിന്ന് ഈ കാണുന്ന ഇവിടെ നിന്ന് തേയില കൈ കൊണ്ട് ഞുള്ളിച്ചുള്ളി പറിക്കുന്നത്. 8 മണിക്കൂർ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ 8 മണിക്കൂർ ജോലി ചെയ്താൽ വെറും 250 രൂപയാണ്. 250 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്ത് ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ ഒരു ചോറിന് 70 രൂപയാണ്. ആ 70 രൂപ ഒരു പുറത്തുനിന്ന് ഒരു ചോറും കഴിച്ച് ഇവർക്ക് ബാക്കി എന്ത് കിട്ടും? അമ്മേ 250 രൂപ ഉള്ളത് രാവിലെ പോലെ വൈകുന്നേരം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ. അന്ന് നമ്മളെ നോക്കാൻ വേണ്ടി നമ്മുടെ അമ്മയ്ക്ക് പണ്ട് എത്ര? 50 രൂപയ്ക്ക് പണിയെടുത്ത 50 രൂപ. മടത്തി പണി 50 രൂപ ഉണ്ടായിരുന്നു. 50 രൂപ. എത്ര വർഷമേ? 2000 എത്രയില്ല? ഞങ്ങൾ എത്ര പഠിക്കുമ്പോഴോ? 2001 കറക്റ്റാ. ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയും കുറേ സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് കേട്ടോ. അതായത് എല്ലാവരും പിന്നെ ഈ 1500, 1000 ഒന്നും മേടിച്ച് ജീവിക്കുന്നവരല്ല. പക്ഷേ ഈ 250 രൂപയും മേടിച്ച് കൂലി മേടിച്ച് അതിന് വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പം നോക്കിയേ, ഈ കാണുന്ന പാടത്തൊക്കെ ഈ സംഭവങ്ങളാണ് കാണുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് വേറെ പണിയറിയാം. ചെറുപ്പം തൊട്ടേ ഇതിൻ്റെ അകത്ത് വന്നായിരിക്കും. വേറൊരു പണിക്ക് പോകാനും അറിയില്ല. ലാസ്റ്റ് പെട്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ. വേറെ സംഭവമുണ്ട്. ഇവർക്ക് വീട് അങ്ങനെ എന്തൊക്കെയോ സാധനം അലവൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കോട്ടേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ അലവൻസ്. എന്നാലും 250 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കുക? ഇന്നലെ ദീപിച്ചേട്ടൻ ഇവിടുന്ന് ടീഷർട്ട് മേടിച്ചു. എത്രേ? 250 രൂപ. ഒരു തുണി മേടിക്കണ്ടേ? ഒരു ഇത് മേടിക്കണ്ടേ? പാവങ്ങൾ. 250 രൂപയ്ക്ക് പണിയെടുക്കുന്നതെന്ന് പുള്ളിക്കാരൻ തന്നെ വിഷമത്തോടുകൂടി നമ്മളോട് പറയാം. 8 മണിക്കൂർ പണിയണമെന്ന്. അതായത് അത് പുള്ളിക്കാരൻ അവിടുത്തെ മാനേജറാ. പുള്ളിക്കാരനും അവിടുത്തെ ഒരു സ്റ്റാഫാണ്. പുള്ളിക്കാരനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല.
കമ്പനി ഇൻക്രീസ് ചെയ്ത് കൊടുക്കില്ല, കൊൽക്കത്തയിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യില്ല എന്ന് വെച്ചപ്പം അതൊക്കെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അതായത് ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഇവനെ. ആ അപ്പം അങ്ങനെ അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിപ്പോട്ടോ. കാരണം 250 രൂപയ്ക്ക് ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്കും ആലോചിക്കാൻ പറ്റില്ല 250 രൂപയ്ക്ക് ജോലി എടുക്കുന്ന കാര്യം. അതായത് ഒരു 30 വയസ്സായ 40 വയസ്സായ സ്ത്രീകളാണ് മൊത്തം. അവർ 250 രൂപയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ച എത്ര രൂപ കിട്ടും? ഒരു കിലോ തക്കാളിക്ക് ഇവിടെ 80 രൂപ കൊടുക്കണേ. 5 ദിവസം 2500 രൂപ കിട്ടുള്ളൂ അല്ലേ ദീപ് ചേട്ടാ? അല്ലേ? 3000 രൂപ ആകെ ഒരാഴ്ച കിട്ടും. ആ 3000 രൂപ ഉണ്ട് എങ്ങനെ ഒരു കുടുംബം ഇവർ പോറ്റും? തൊഴിലുറപ്പിനുണ്ടോ 350 രൂപ 400 രൂപ കണ്ട്? ആ 1000 വളരെ കുറച്ച് പൈസ ഉള്ളൂ. അത്ര ഇല്ലാട്ടോ. 250 എന്ന് പറയുമ്പോൾ 5 ദിവസം ആകുമ്പം 1000 1250 1250 6 വന്നു 1750 രൂപ കിട്ടുള്ളൂ അല്ലേ? ഓ എവിടെ തൊഴിലുറപ്പിനുണ്ട് 350 രൂപ 400 രൂപ കണ്ട്? നാട്ടിലല്ലേ? നാട്ടില്. ഡാർജിലിംഗിന് തിരിയുന്ന വഴി കേട്ടോ. ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സ്ഥലം. ദിവസം 1 കോടി രൂപ മേളിൽ പിരിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. യെസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഈ വശത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വശത്തോട്ട് നമ്മൾ പോവുകയാണ്. നമ്മളെ 3 ദിവസം ഇപ്പോൾ ഇവർ കാണുന്നു. അത് ഇതുണ്ട്, ഓവർ സ്പീഡിൽ പോകരുത്, വാഹനങ്ങൾ ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് കൊടുത്താൽ വെസ്റ്റ് ബംഗാൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെ ഇങ്ങോട്ട് കയറാൻ നേരത്ത് ഇതുണ്ടോ ആർമിയുടെ വാഹനങ്ങൾ അതുപോലെ സംഭവങ്ങൾ. ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടമാനം ടൈമും ഭക്ഷണമൊക്കെ വെച്ചും ഇവിടെയൊക്കെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എത്രയോ ഭക്ഷണങ്ങളെ ആർമിക്കാർ കൊണ്ടുപോയത് ഇവിടുന്ന് അല്ലേ? പിന്നെ ആർമിക്കാർ പിടിച്ചിട്ടുണ്ട്, പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. അതെ, 1 ദിവസം 2 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരിലൊക്കെ പിടിച്ചിട്ട് പോകും. മല നോക്കി, ആ മലയിൽ നിറച്ച് കോടമുണ്ടോ? അവിടെ ഇപ്പം മഴയായിരിക്കും കേട്ടോ. അതായത് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലങ്ങൾ മഴയാണെന്നുള്ളത് സാരം. പിന്നെ അവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതെ അതെ കേട്ടോ. വെൽക്കം ടു ഡാർജിലിംഗ് റൂട്ട്. അതാണിത്. വെൽക്കം ടു ഡാർജിലിംഗിന്റെ ആ ഒരു എൻഡ് തുടങ്ങി കേട്ടോ. അല്ല, സ്റ്റാർട്ടിങ് തുടങ്ങി. ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് ആണ് തുടങ്ങിയാക്കുന്നത്. യെസ്. ഇനിയിപ്പോൾ ഒരു ടോളുണ്ട്. ഇവിടുത്തെ പൈസയാണോ അതോ എടുത്ത് കളഞ്ഞില്ലല്ലേ? ഉണ്ടുണ്ട്, അതാ നിൽക്കുന്നു. ഉണ്ടല്ലേ? ആ, ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഈ ടോളൊക്കെ എന്തോരം നമ്മള് കറങ്ങി വന്നിട്ടുണ്ടല്ലോ ലിബി. അതെ. ഇവനെ സിംഗിൾ വേ അല്ലേ? ചെക്കിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് വേ 40 20 ഫാസ്റ്റാഗ് 40 ബില്ല് പൈസ 40 രൂപ ഒന്നുമില്ല. 40 രൂപ ഫാസ്റ്റാഗ് 40 കൊടുങ്ക. എത്ര ഇവനെ? നമ്മളെ വണ്ടി നമ്പർ അടിച്ച് 40 രൂപ ടോൾ. നമ്മൾ മേളിൽ കൂടെ പോയാലും 42 കിലോമീറ്റർ, ഇതിലെ പോയാലും 42 കിലോമീറ്റർ. അപ്പൊ ഈ റൂട്ടല്ലേ നല്ല വിടുമല്ലോ. മമ്മി ഒന്നൊന്ന് എടുക്കാവോ? ആ ഗൈസ്, ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ചെറു വഴിയാ കേട്ടോ. ഇവിടെ നിന്നാണ് ഡൈവേഷൻ ചെയ്ത് പോകുന്നത്. ഇവിടെ ഡൈവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് താഴോട്ടുള്ളത്, ഇത് മേലോട്ടുള്ളത്. 1 വേ. അത് ഇങ്ങോട്ട് ഇച്ചിരി ചെറിയ റോഡായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെറിയ റോഡാ. അമ്പട തിങ്കുണ്ടാക്കട ഇച്ചിരി സൈഡാക്കിക്കാ ഞങ്ങൾക്ക് പോട്ടെ. ഇതേപോലത്തെ ചെറിയ ചെറിയ പാലങ്ങൾ, ചെറിയ ബ്രിഡ്ജുകൾ. അങ്ങോട്ട് നോക്കിക്കട്ടെ, എന്ത് രസമാണ്. നമ്മള് കിടന്നില്ലേ നേരത്തെ, അതേപോലത്തെ വെള്ളച്ചാട്ടങ്ങളാട്ടോ ഇവിടെ. ആ, കൊച്ചു വെള്ളച്ചാട്ടം. നല്ല രസമായിട്ട് ഇന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇവിടുന്ന് യുവതികൾ എന്നെ നോക്കി ചിരിക്കുന്നു. ആണോ? കിളവന്മാരെ ആർക്കും താല്പര്യമില്ല, യുവാക്കളെ താല്പര്യമുള്ളൂ. വണ്ടി ഒന്ന് വളവില് ഒന്ന് ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൽ വന്ന് കയറിയ സിലിഗുരി ഡാർജിലിംഗ് സുമകളാട്ടെ കാണുന്നത്. എന്തോ വണ്ടിയാണ്. ഷട്ടിൽ സർവീസ്. ഇവിടുന്ന് ആകെ 42 കിലോമീറ്ററേ ഉള്ളൂ ഡാർജിലിങ്ങിന്. പക്ഷെ എത്തണേല് 2 മണിക്കൂർ എത്തും. വണ്ടി കൂട്ടി അടിച്ചു വരുമ്പോ നമുക്ക് കിട്ടൂല. കണ്ട, അപ്പൊ സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പോൾ ഒരു ബൊമ്പ വളവില നേരത്തെ നമ്മൾ കുടുങ്ങിപ്പോയല്ലടാ. നമുക്ക് ഇങ്ങനെ കൂട്ടി അടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് അടിച്ചോ. എടാ, നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ സാധനം ഓരോ തിരിയുന്നില്ല കേട്ടോ. ഇല്ല, പവർ സ്റ്റിയറിംഗ് പോയിനി. തിരിയുന്നില്ല, ഫുള്ള് തിരിയുന്നില്ല. അപ്പൊ മോട്ടറിന് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിലും അതിനെന്തോ കുഴപ്പമുണ്ട്. അതിന്റെ ചെറിയ ലീക്കുണ്ട്. നമുക്ക് അടുത്ത വർഷം അത് മാറ്റണം. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അത് അപ്പുറത്തെ വണ്ടി വന്നില്ല, കയറ്റി ഓടിക്കാൻ പറ്റിയില്ലല്ലോ, നിർത്തിയല്ലേ ഓടിച്ചത്. നല്ല രസം കേട്ടോ സൈഡൊക്കെ കാണാൻ വേണ്ടി. ഫുള്ള് പച്ചപ്പാ. ഇച്ചിരി കൂടെ കഴിഞ്ഞ കോട നന്നായിട്ട് അതെ ഇറങ്ങി തുടങ്ങും. അത് അങ്ങ് മേലേക്ക് നോക്കിയേ, വീടുകളിലേക്കൊക്കെ കോട ഇറങ്ങിയുണ്ടോ. നമ്മൾ ഇന്നലെ മിറുക്കി കണ്ടുപോലല്ലോ കേട്ടോ ഡാർജിലിംഗ് ഒരു ഫോറിൻ സെറ്റപ്പാ. ഡാർജിലിംഗ് മിറുക്കും 2 മുൻവശത്ത് SMLകൾ ഒതുക്കി തന്നുണ്ടോ. അതായത് ഇവിടെ ചെറിയ റാസ്തയാണ്, അത് കാരണം അവർ വലിയ റാസ്ത വന്നപ്പോൾ നമുക്ക് ഒരുക്കി തന്നു. ഇവര് ഭയങ്കര ഡ്രൈവിംഗ് കൾച്ചർ ഉള്ളവരാട്ടോ. ഈ സിലിഗുരി
സിലിഗുരി അല്ല, ഡാർജിലിംഗ് സിക്കിമുകാര് നമുക്കിനി ഇവിടെ ഇടാം. ഇവിടെ ഇടാം അല്ലേ? ഇനി അവര് പോട്ടെ. എത്ര എണ്ണമെന്ന് നോക്കിയേ, അമ്മാ എത്ര എണ്ണമെന്ന് നോക്കി ഒറ്റ അടിക്ക് വന്ന് കയറിയത്. എത്ര SML ആടാ എബിനെ? ഇവിടെ SML മാത്രം ഇവിടെ ഓടുകയുള്ളൂ, അല്ലാത്ത വണ്ടിയുടെ ഐഷർ ഉണ്ട്. പക്ഷെ ഹീറ്റിംഗ് പ്രശ്നമാണ് അവർ പറയുന്നത്. ഇതേപോലെയുള്ള കടുംകുത്തനമായ കയറ്റം, അതും ഒടുക്കത്തെ വളവും. ഇത് എന്താ പറയുന്നത് വെച്ചാൽ ഇരുട്ടിന്ന് വയനാട്ടിലോട്ട് കയറി പോകില്ല ഇവനെ. അതിലും വലിയ വളവാണിത്. നല്ല തണുപ്പായിട്ടോ മേലോട്ട് കയറി തുടങ്ങിയപ്പോഴത്തേക്കും. ഇന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ തണുപ്പില്ലായിരുന്നു. മേലോട്ട് തണുപ്പിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലേ ഇവനെ. അത് പിന്നെ നമുക്ക് പുതച്ച് മൂടി ഞങ്ങൾ കിടക്കായിരുന്നു. ചെറിയൊരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിംഗ് ഏകദേശം ഒക്കെ പാസ്സായി. അതായത് നമ്മുടെ വണ്ടി ഹീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ആദ്യം ടെസ്റ്റ് നടക്കൂല കേട്ടോ. ഇല്ല വണ്ടി വീണ്ടും വലിയല്ലേ ഇവനെ ചെയ്യുള്ളൂ. AC ഇട്ടില്ലെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് ഇതുണ്ട്. നമ്മൾ അടുത്ത് വളയ്ക്കാൻ വേണ്ടി പോവാം. AC ഇടാതെ ആണെങ്കിൽ എന്ത് രസമാണെന്നറിയാവോ, ഇങ്ങനെ കയറിപ്പോ. AC ഇട്ടാ ഇതേപോലെ ഇരിക്കും. കണ്ടതാ ബീഹാറിയാ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഇവരൊന്നും വണ്ടി അവൻ കണ്ടോ, അവൻ അവിടെ നിർത്തിയാൽ മതി. ഇപ്പൊ ഇത് ഇവിടുത്തെ ഓടുന്ന വണ്ടിയാ കണ്ടോ, ഇവിടുത്തെ വണ്ടി ഇതേപോലെ സ്ലോ ആക്കും. അവനിട്ട് അതിന്റെ ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ട്. ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് കൾച്ചർ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് കേരളം, രണ്ടാമത് പിന്നെ സിക്കിം. ഇത്ര ഓടി വന്നപ്പം ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരു സ്ഥലം കിട്ടിയത്. ഇതിന്റെ പേരെന്നാ ഡോക്കോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇങ്ങനെ മേലിൽ മൂട്ട പോലെ വണ്ടി പോകുന്നുണ്ടോ, അങ്ങ് അവിടെ കയറണം. അവിടെയാണ് നമുക്കിനി കയറണ്ടേ, അങ്ങ് എത്തണം. തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ അതിഗംഭീരമായിരിക്കുന്നു കേട്ടോ. ഒന്നൊന്നര വഴിയായിപ്പോയല്ലേ ഇവനെ. എന്ത് രസം നോക്കിയാ കാണാൻ വേണ്ടി. ഇത് തൊട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. സ്ലിമ്മി ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാക്കുന്നത്. പക്ഷെ എങ്കിലും ഇവിടെ ആൾക്കാർ കുളിക്കും, എന്നാലേ അവർക്കൊരു മനസ്സന്തോഷം കിട്ടത്തുള്ളൂ. അവർക്ക് പണിയും കിട്ടും. നാട്ടിലെവിടെയാ? अच्छा मतलब फॉलो करते हैं। हाँ, हम 2 दिन पहले एक वीडियो छोड़ा था। हाँ, आप किधर का है? हम लोग कोलकाता गए। मेरा वीडियो आप देखेगा? आपका नाम क्या है? मेरा नाम है कभी। अभी किधर जाएगा? अभी हम लोग इधर ही घूमने के लिए आया था। अच्छा, ओ अब यूट्यूबर है? हम लोग को दिखा ऊपर। हाँ, हम लोग नीचे आया देखा। अच्छा, बहुत ही अच्छा लगा। अभी मैंने देखा था, बाइक से गाड़ी चला रहा था। കൊൽക്കത്തയിൽ നമ്മുടെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെന്നാ പറഞ്ഞത്. കൊൽക്കത്തയിലോ? കൊൽക്കത്തക്കാർ. कोलकाता में किधर है? कोलकाता में मतलब मेन सिटी से 1 घंटा उधर एक ब्लॉगर है मेरा ब्लॉगर. ये सब ब्लॉग करते हैं, ट्रैवलिंग वगैरह। अच्छा सब पेज है हम लोग। अच्छा, बहुत ही अच्छा लगा हम लोगों को मिलके। वीडियो देखा था लास्ट में 2 दिन पहले का एक वीडियो देख रहा था। अच्छा, कौन सा वीडियो? ये वाला वीडियो देख। अच्छा, लैंग्वेज का थोड़ा प्रॉब्लम होता है मगर अच्छा लगता है। बहुत ही अच्छा लगता है। നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, കൊൽക്കത്തയിലുള്ളവരാണ്. आपका नाम एक बार बोलो. मेरा नाम है അൽഫഹദ്. അപ്പോൾ അൽഫഹദ് നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. താങ്ക് യു. ഐ എം ഗോയിങ് ടു ഡാർജിലിംഗ്. ഈസ് വെരി തണ്ടായ വെരി തണ്ട. ഓക്കെ, യാ. കിട്ടിയത് ചേട്ടാ? आप दार्जिलिंग गया? डंडा है उधर ठंडा है बहुत है. आदमी ज्यादा है कम है? अच्छा, देखने के लिए एक बार. इधर से देखो. അതായത് ഇവർക്ക് കാണണമെന്ന് പറഞ്ഞ് ഗൈസ്, സത്യം പറഞ്ഞാണല്ലോ, നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ നമ്മുടെ ബ്ലോഗ് കാണുന്നുണ്ട്. എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതല്ല, നമ്മൾ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നൈറ്റാണ് വാഹനം ഓടിക്കാറ്. നോക്കി എത്ര ഒറ്റ സെക്കൻഡിൽ വന്നു കയറി വണ്ടികൾ നോക്കി. അവർക്ക് പിന്നെ എന്തു ആവാലോ. താഴോട്ടൊക്കെ വലിയ ഫോറസ്റ്റിൽ നടത്തി വലിയ ഒരു ഗ്രൗണ്ട് വരുന്ന സ്ഥലം നോക്കിയാ ദിവിച്ചോട്ടാ. ഇത് ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. എന്നിട്ടോ ഫോൺ വിളിച്ചാൽ കേട്ടോ, ഫോണും വിളിച്ചാ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അവന് ഇറക്കല്ലേ, ബ്രേക്ക് പോയാൽ പോയില്ലേ. 2 SML-ഉം ഒരു SML-ഉം ഒരു ഐഷറും ഇറങ്ങി വന്ന് നോക്കി. അടിക്കടി എത്ര വണ്ടി വന്ന് നിൽക്കണെന്ന് നോക്കിയേ. ഇവനെ അതായത് മേലൊരു സാധനം ഇല്ലല്ലോ ഇവനെ, എല്ലാം താഴേന്ന് പറഞ്ഞ സിമെന്റ് കമ്പി എല്ലാ സാധനം താഴേന്ന് വരണ്ടേ. അത് ശരി കേട്ടോ, ഡാർജിലിംഗിൽ ഒരു സാധനം ഇല്ല. കണ്ടാൽ കൊതി തീരുകയില്ലാത്തോലത്തെ കാഴ്ചകളാണ്. അതിന്റെ കൂട്ടത്തിൽ വണ്ടികൾ ഇങ്ങനെ പോയി
എന്ത് രസമെന്ന് ചോദിച്ചാല് നമ്മൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ വിധത്തിലുണ്ടല്ലോ നമ്മൾ മിസ് ചെയ്യും. എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്കും നല്ല കാഴ്ചകളാണ്. ഈ നമുക്കത് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും നല്ല കാഴ്ച. നമ്മൾ കണ്ടു പോയിക്കാണ്. നമ്മളെ കൂട്ടത്തിലുള്ളവരും എൻജോയ് ചെയ്യുവാണ്. എൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ നോക്കി എൻജോയ് ചെയ്ത് ചിരിക്കുവാണ്. മനോഹരമായി കിടക്കുന്ന പ്രദേശം. താഴോട്ട് നോക്കിയാലും പേടിയാവും, മുകളിലോട്ട് നോക്കിയാലും പേടിയാവും. അതിനിടയ്ക്ക് എല്ലാവരും കാഴ്ചകൾ കാണാൻ വേണ്ടി ക്യാബിനിലേക്ക് ഓടി ഇറങ്ങി വന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നല്ല സ്ഥലമല്ലേ ഇങ്ങനത്തെ സ്ഥലം ഇനി കിട്ടുമോ ജീവിതത്തിൽ? ഒരിക്കലൊക്കെ ഇങ്ങനത്തെ ഒന്ന് കാണാൻ വേണ്ടി പറ്റുമോ? ഓ അപ്പൊ ഞാൻ വിചാരിച്ചു ഇരുട്ടാ നല്ലല്ലേ. കൂളിംഗ് ക്ലാസ് കൂളിംഗ് ക്ലാസ്സിന് പ്രശ്നം. അത് ഞാനും കൂളിംഗ് ക്ലാസ് അയച്ചേ. ചേച്ചിമാർക്ക് തേയിലത്തോട്ടത്തിൽ പണിയെടുത്തിട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു. സ്മാർട്ട് ഫോൺ ആയി കേട്ടോ. എല്ലാരും ഫോണിൽ കുത്തിയൊക്കെ നിൽക്കാൻ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ. 2 വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള സ്ഥലം. കാഞ്ഞിലങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. എങ്ങനെ പൊക്കിയെടുക്കാനാ? ഇവിടെ ഒന്നും പൊക്കിയെടുക്കാൻ ഓപ്ഷൻ ഒന്നുമില്ല. റിക്കവറി വാൻ വരണമെങ്കിൽ അതിന് ആരെങ്കിലും ഇവിടെ ആദ്യം കൊണ്ടുവരണം അല്ലടാ. അതെ ഇമ്മന്റെ കാര്യം കേട്ടോ. താഴേന്ന് വരാണ് മെയിൻ ഒരു സാധനം വരാനില്ല കേട്ടോ. കേട്ടാൽ തന്നെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇങ്ങനെ കാത്ത് നമ്മൾ ഇരിക്കേണ്ടി വരും ഗൈസ്. അതായത് നല്ല കോട നിറഞ്ഞ കാലാവസ്ഥ, 2 വണ്ടിക്ക് കഷ്ടിമുള്ള വഴി, ഇപ്പുറത്തെ സൈഡിലേക്ക് ഡീപ്പായിട്ടുള്ള ഇറക്കം, മേളിലേക്ക് മൊത്തം തേയില, നല്ല രീതിയിൽ കോട. ഇപ്പം എന്തോ ദൈവാനുഗ്രഹത്തിന് വാഹനങ്ങൾ കുറവ്, അല്ലായിരുന്നല്ലോ പെട്ടുപോയാൽ അത്രയ്ക്കും വാഹനങ്ങളാണ്. ചില സമയത്ത് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങളാട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഗസ്റ്റുകളായി, അല്ല ഇത്ര ജനം വരാനുള്ള സാധ്യത. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ കോടയാട്ടോ പോകുന്ന വഴി. തിരക്ക് അങ്ങോട്ട് കുറഞ്ഞു, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വാഹനത്തിന് ചൂട് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചൊരു റെസ്റ്റ് കിട്ടട്ടെ, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഡിജെ വർക്കായിട്ടോ എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം അല്ലടാ. കത്തുന്നുണ്ടോ എന്നാടാ മോനെ വണ്ടി കയറിക്കാൻ മേലെ കൊണ്ടുവിടാം വാ. ഫൈനലി അങ്ങനെ കുറച്ച് ഫ്രണ്ട് വന്നപ്പോ ഞങ്ങൾ വാഹനം നിർത്തി. നോക്കൂ, ഇവിടെ നിൽക്കാൻ നേരത്ത് താഴോട്ടുള്ള ആ വര നിങ്ങൾ നോക്കിയേ, നമ്മൾ കയറി വന്ന ആ സ്ഥലം നിങ്ങൾ നോക്കിയേ, വളരെ നന്നായിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് അങ്ങോട്ട് നോക്കിയാൽ അവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തുർക്കി പോയ ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രോൺ വർത്തിയത് ഓർമ്മയുണ്ടോ? അവിടെ ആ സ്ഥലം പോലെ തന്നെ തുർക്കി അല്ല, ഇത് അപ്പുറത്തെ യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു? ജോർജിയ യൂറോപ്യൻ രാജ്യം. ഗ്രീസിൽ പോയി നമ്മളൊരു മലയുടെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ ഷോട്ട് എടുത്ത് ഓർമ്മയുണ്ടോ? അവിടെ ഒറ്റ ഒന്ന് മാത്രം വ്യത്യാസമുള്ളൂ. രാവിലെ കുടിക്കാൻ കൊടുത്തത് റബ്ബർപ്പാലാണോ? അല്ലെന്ന് അവിടെ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കുറെ പള്ളി ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുമില്ല. JCB ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിയാടാ ഇതിന്റെ വണ്ടി എവിടെ? JCB എവിടെ? ഇന്നെ ഇവിടുന്ന് പോലീസ് പഠിച്ചോണ്ട് പോകട്ടെ. ഇവിടെ മാന്തിന്നും പറഞ്ഞ അവിടെ ഇരുത്തൊന്നുമില്ല കേട്ടോ അഭിരാമിന്. എടാ അവിടെ ഒരു വെടിക്കെട്ട് ഹോട്ടലാണോ കോളേജാണോ എന്നാ? അത് റിസോർട്ടാണോ? ഹോട്ടല് അല്ലടാ, ഹോട്ടൽ ഏതാ? എൻ്റെ അമ്മ അതിന്റെ സ്ഥാപനം സെന്റ് ആന്റണി സ്കൂളാ. ആഹാ, അത് കലക്കിയല്ലോ. നോക്കിയേ കോട പോകുന്ന പോക്ക് നോക്കി. ഇവിടെയൊക്കെ നോക്കിയേ, ഈ വശമൊക്കെ എന്നൊക്കെ പറഞ്ഞാണല്ലോ വേറെ ലെവല് സ്ഥലം കേട്ടോ. നമ്മൾ ചൈനയിലൊക്കെ ചില സ്ഥലങ്ങളിൽ മറ്റേ കണ്ടിട്ടില്ലല്ലേ ഇവനെ, അതേപോലത്തെ ബിൽഡിംഗ് അല്ല തേയിലത്തോട്ടം എല്ലാ കാര്യം ചൈനയിലും ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഇവിടെ ചൈനയിൽ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്ലെയിൻ ലാൻഡിലല്ല, ഹൈറ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ലാൻഡിലാണ് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ചൈനയിലും കൃഷിയുള്ളത്. എന്ത് കൃഷി? അതായത് അവിടെ കാക്കറി കൃഷി ഉണ്ടാവും, അതേപോലെ ക്യാരറ്റ് ഉണ്ടാവും, കാബേജ് ഉണ്ടാവും, ബീൻസ് ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, അതേപോലെ അങ്ങനെ കുറേയധികം കൃഷികളുണ്ട്. നോക്കിയേ, അപ്പൻ്റെ ഡാൻസ് ആട്ടോ. വണ്ടി അങ്ങനെ നിർത്തിയെടുത്ത് എടുക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടയുണ്ട് കേട്ടോ. സെക്കൻഡ് ഗിയറിൽ അങ്ങോട്ട് വലിയ മൂവപ്പില്ല, ഫസ്റ്റ് ഗിയറിൽ മാത്രം ഇരച്ചരച്ച് കയറേണ്ടി വരും. അയപ്പം സെക്കൻഡ് ഗിയറിൽ കയറി പോകുന്നല്ലേ. ഒരാൾ കാട്ടിലുണ്ടല്ലോ, നോക്കണേ സൈഡ് തരത്തില്ല. അപ്പം എന്ത് ചെയ്യണം, അവനെ മാക്സിമം ഒതുക്കിക്കണം, അല്ല നമ്മൾ പോവുകയല്ല വണ്ടി. എന്നാ ചെയ്യാനാ, നമുക്ക് പോകാൻ വകുപ്പ് വേണ്ടേ? വേറെ വകുപ്പില്ലല്ലോ. നോക്കിയേ വഴി, നോക്കിയേ നമ്മൾ പോകുന്ന വഴി നോക്കിയേ, എന്ത് രസമാന്ന് നോക്കിയേ, എത്ര മനോഹരമാ. ഇത്രയും നേരം വരെ ഒരു തിരക്കില്ലായിരുന്നേ. ചടപടേന്ന് പറഞ്ഞ അതല്ല, ചടപടേന്ന് പറഞ്ഞ വണ്ടികൾ വന്ന് കയറുന്നു. എൻ്റെ പൊന്നെ, വളവ് നോക്കിയേ, ഒരു 1.5 വളവാട്ടോ. ഞാൻ വളവാ, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയുണ്ട്. 3 ക്യാമറമാരാ. UP ഉത്തർപ്രദേശ് പോയത് തന്നെ. നമ്മളെ ഇവര് വണ്ടികൾ കുഴി പോയി കഴിഞ്ഞാൽ വിഷയമില്ല. ഈ വലിയ വണ്ടികൾ കുഴി പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഇങ്ങനെ കിടക്കണം. ഒറ്റ സമയം കൂടെ വന്ന് ബ്ലോക്ക് നോക്കിയേ.
പിന്നെ എന്തോരോ ബ്ലോക്കാ നോക്കിയേ. ഡെൻമാർക്ക്. ആ ഡെൻമാർക്കാരനാ. എന്താണ് അതിലെ പുറത്തെ വണ്ടി കാണുമ്പോ ഒരു ആവേശമല്ലേ ഇതിലെ? നമ്മളിപ്പോ നിൽക്കുന്നത് കുർസിയോങ് എന്ന് പറഞ്ഞ ആ ഒരു ടൗണിലാണ്. നമ്മൾ നേരത്തെ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നോ? എല്ലാ കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ടും ക്ലിസ്റ്റർ ആയിട്ടും കാണാൻ പറ്റുമോ? ഏതാനും ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീപ്പെട്ടി കഷ്ണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ആ അതിമനോഹരമായ വീടുകൾ നമുക്ക് കാണാം. ഇപ്പോൾ മൊത്തം പ്രകൃതിയുടെ സാരിയും തുമ്പ് കൊണ്ട് മൊത്തം മറച്ചേക്കാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മാറ്റിത്തരും കാണാനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കിടിലൻ കാഴ്ചയായിരിക്കും. Are you waiting? Are you waiting? You waiting? I am waiting. He is waiting. നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ വെറുതെ അല്ല കേട്ടോ. ഒന്ന് നമുക്ക് ആ സ്ഥലം കാണണം. 2 ഇത് കണ്ടോ, ഫ്രണ്ടിലേക്ക് നോക്കിയേ. മുന്നോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വണ്ടി കാണത്തില്ല കേട്ടോ. ഒരു വണ്ടിയും കാണാൻ പറ്റൂല. ഈ അടുത്ത് വരാൻ നേരത്ത് മാത്രമേ കാണത്തുള്ളൂ. അതായത് ഇവിടെ മാത്രം മഞ്ഞില്ലല്ലോ. ബാക്കി അങ്ങോട്ട് ലൈറ്റ് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നോക്കിയേ. നല്ല മഴ പെയ്തു. നോക്കിയിരിക്കുകയാണ്. പക്ഷെ കാര്യമില്ല കേട്ടോ. അതായത് അതുകൊണ്ട് ഞങ്ങൾ നേരെ മേലേക്ക് പോവാണ്. ഇനി 33 കിലോമീറ്ററും 1.5 മണിക്കൂർ ഡാർജിലിങ്ങിന്. സമയം 1:30. ഈ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഈ കുർസിയോങ്ങിൽ തന്നെ നല്ല ബ്ലോക്കാ. കടും ബ്ലോക്കാ കേട്ടോടാ. പപ്പേ ഡാർജിലിംഗ് എന്ത് വേണമെങ്കിലും മേടിച്ച കേട്ടോ. ഡാർജിലിംഗ് ഈ സ്ഥലത്തു നിന്ന് മേലൊരു സാധനം മേടിക്കാൻ പറ്റില്ല കേട്ടോ. ബ്ലോക്ക് ആയിരിക്കും. കുർസിയോങ് എന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതിന്റെ തിരക്ക് ഇപ്പൊ അങ്ങോട്ട് കയറാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും. അതിന്റെ എൻട്രി ആട്ടോ. ആ കറക്റ്റ് നോക്കിയേ എഴുതി വെച്ചിട്ടുണ്ടോ. KURSEONG കുർസിയോങ് കണ്ടോ. 2 വരിപ്പാത. ഈ കാണുന്നതാണ് 2 വരിപ്പാത കേട്ടോ. ഇതേപോലെ പെട്ടെന്ന് വാഹനങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷനും ഫോർ ഇൻഡിക്കേറ്ററും മിന്നാന്നും ഒക്കെ മിന്നിച്ചോണം. അല്ലെങ്കിൽ എന്നെ സംഭവിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് വാഹനങ്ങൾ കാണില്ല. അപ്പൊ പണി വാളും. ഇവിടെ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചവിട്ടി നിർത്താം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാനൊന്നും പറ്റൂല. അതെ ശ്രദ്ധിക്കണോടാ. നല്ല കോടയിൽ കുളിച്ച് നിൽക്കട്ടെ കുർസിയോങ്. ആ റെയിൽവേ പാത നോക്കിയില്ല, ട്രെയിൻ ഓടുന്നേടാ. അപ്പൊ വണ്ടി കൊണ്ട് ഇടയ്ക്ക് കൊണ്ട് നിർത്തിയതോ? ഇവർക്ക് സമയം അറിയാതിരിക്കുവേ. അത് ശരിയാട്ടോ. ഇവിടെ ചവിട്ടിക്കോട്ടോ. ചവിട്ടി നോക്കുമ്പോ ഏകദേശം ഈ വലിയ വണ്ടിയെ രാത്രി സമയങ്ങളിൽ വിടാവുള്ളല്ലേ ഇവനെ. പിന്നെ പക്ഷെ ഇപ്പൊ മഴ പെയ്തില്ലടാ. ആ മഴയത്ത് അത് മൊത്തം അങ്ങോട്ട് കലങ്ങി. ഈ മഴക്കാലത്ത് കൂടെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇവനെ. വെളിയിൽ എപ്പോഴാണ് കല്ലും എല്ലാം കൂടെ വരുന്നത് പറയാൻ പറ്റില്ല. നോക്കിയേ വെള്ളച്ചാട്ടം നോക്കിയാ കലങ്ങിപ്പോയി. നല്ല വെള്ളച്ചാട്ടമായിരുന്നു. അയ്യോ കലങ്ങി വരുന്നായിരുന്നു. കലങ്ങി വെള്ളം വരുവാണല്ലേ. വെളി നല്ല മഴയാ. അവിടെ മഴയില്ല. നമ്മുടെ വണ്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ പെട്രോൾ പമ്പ് എല്ലാം വളരെ ഇടുങ്ങിയ പമ്പാ. ചില പമ്പിൽ നമുക്ക് കയറാൻ പോലും പറ്റൂല നമ്മുടെ വണ്ടി. നല്ല ഇടിവാളാട്ടോ. ഒരു രീതിയിലുള്ള ഫെസിലിറ്റി ഇല്ല കേട്ടോടാ. നമ്മളെ നമുക്ക് പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണം. 2-3 ദിവസത്തോളം മേടിച്ചോ കേട്ടോ അവനെ. പച്ചക്കറി പോകൂല. പമ്പുകളുണ്ടോ, വളരെ ചെറിയ നാരോ പമ്പുകളായിരിക്കും ഇവിടുത്തെ പമ്പുകൾ. വലിയ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പെട്രോൾ ആയിരിക്കും കൂടുതൽ, ഡീസലൊക്കെ വളരെ കുറവായിരിക്കും. ഇവിടെയൊക്കെ ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടുന്നാണ് ഡാർജിലിംഗ് കയറുക. ഇത് വേറെ ഒരു മെയിൻ ടൗൺ ആണ്. അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ ഡാർജിലിംഗിൽ അത്ര വലിപ്പമില്ല കുർസിയോങ്ങിന്. അല്ലടാ ലിവിന്? അതെ, അതേപോലെ തന്നെ ഈ കുർസിയോങ്ങിൽ നിന്ന് വേണം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ മേലോട്ട് പോകുമ്പോൾ മേടിച്ചിട്ട് പോകാൻ. ഇവനെ ഇത് റെയിൽവേയുടെ ക്രോസ് കിടക്കുന്നുണ്ടോ? ഇതിപ്പോഴും ട്രെയിൻ പോകുന്നവന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഒരു പെട്രോൾ പമ്പ് എവിടെ? അതെ, നേരെ നോക്കിയോ. അതല്ലേ പെട്രോൾ പമ്പ്. ഡാർജിലിംഗ് സാർ സീതാ ഗൈസ് ഒന്ന് ചോദിച്ചേക്കാം. റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ. അതാ ട്രെയിൻ ഉണ്ടോ അവിടെ ഗൈസ്? ഇതാട്ടോ റെയിൽവേ സ്റ്റേഷൻ. പപ്പ റെയിൽവേ സ്റ്റേഷൻ ഇഷ്ടം ട്രെയിൻ കയറാൻ ആള് ഇപ്പൊ കേട്ടോ. 4 ട്രെയിൻ കിടക്കുന്നുണ്ട്. 4 ട്രെയിൻ ഉണ്ട് അവിടെ. ഇത് കണ്ടോ, അടുത്തുണ്ടോ? ഇതാണ് അടുത്ത പമ്പ്. ചെറിയ പമ്പാ. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഒന്നുമില്ല. പമ്പ് നോക്കിയാ ഇന്ത്യൻ ഓയിലിന്റെ അല്ല, ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പാട്ടോ. വളരെ ചെറിയൊരു പമ്പാണ്. ഇനി ഇങ്ങോട്ട് നോക്കി, ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. കുർസിയോങ് മാർക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, തിരക്കുള്ള മാർക്കറ്റാണ്. ഇവിടുത്തെ വെച്ചല്ലടാ ലിവിനെ. ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വളരെ സൂക്ഷിച്ചും വണ്ടി ഓടിച്ച് മാർക്കറ്റിൽ കൂടെ പോകണം. അല്ല, ഇവിടെ നമ്മളെ ഇന്ത്യയിലെ പോലെയല്ല. ഇവിടുത്തെ കൾച്ചർ ഭയങ്കര ഡിഫറെന്റ്. ഹോൺ അടിച്ചാൽ തന്നെ ഇവർ മൂക്കടിച്ചു പൊട്ടിക്കും. അതാണ് കാര്യം അല്ലേ? അവർ ഹോൺ അടിക്കുന്നതൊന്നും ഇഷ്ടമല്ല ഇവർക്ക്. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഇനി ഇവിടുന്ന് 31 കിലോമീറ്റർ ആണ് നമുക്ക് എങ്ങോട്ട് പിന്നെ നീ ചോദ്യം ചോദിക്കില്ലേ? ചോദ്യം ചോദിച്ച ഉത്തരം നീ തന്നെ പറയേണ്ടി വരും. മഴ പെയ്തിട്ടേ
മഴ പെയ്തിട്ട് ഒരു ക്ലൗഡി കാലാവസ്ഥയിൽ ഈ ഡാർജിലിംഗ് ആണ് ഒരു പ്രത്യേക ലുക്കാട്ടോ. ഈ മഴ പെയ്ത് കാരണം വെച്ചാൽ അനുഗ്രഹം ഉണ്ട്. നമ്മളിപ്പോ ബീഹാറിലെ വണ്ടി അവൻ എന്നെ മേലിൽ എന്നെ വെച്ചാക്കും സ്പീക്കറോ കോളാമ്പിയോ അവൻ പോലീസുകാരനായിരിക്കും അവിടുത്തെ. അതായത് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ അധികം മാർക്കറ്റിലോട്ട് ഇറങ്ങൂല. ആൾക്കാരും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങി ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അവിടുന്ന് ഒരു SML വരുന്നതിക്ക് വളരെ കഷ്ടിച്ചവന റെയിൽവേയുടെ എഡ്ജ് ആ ടയർ അധികകാലം ഓടൂല കേട്ടോ. ടയർ പോവല്ലേ എഡ്ജ് കെട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഇപ്പുറത്തോട്ട് കയറ്റിയാ പോരെ അവനെ. കുർസോങ്ങിലെ ഒരു റിലയൻസിന്റെ പമ്പില് നമ്മൾ നമ്മുടെ വണ്ടി നിർത്തി കേട്ടോ. പിന്നെ ഗൈസ് നോക്കൂ, ഫൈനലി ഇവിടെ നമ്മുടെ വണ്ടി നിർത്തി. കുർസോങ്ങിലെ ഒരു റിലയൻസിൻ്റെ പിന്നെ ഇതിൽ സൂപ്പർ മാർക്കറ്റിൽ ലിവിൻ സാധനം ഇറങ്ങാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാണ് നമുക്ക് വണ്ടിക്ക് പാർക്കിംഗ് കിട്ടുന്നത്. ഞാൻ ബ്ലോക്കായിരുന്നു അറിയാമോ. നോക്കിയേ, ഈ കാണുന്ന ആ ഒരു വശത്തു നിന്ന് ഞങ്ങൾ വന്നു നോക്കി വ്യൂ നോക്കിയേ. അതായത് ഇവിടെ മഴ, അവിടെ നല്ല ഗോൾഡൻ കളറ്, നല്ല മേഘങ്ങൾ. കിടിലൻ. നീ ഇങ്ങോട്ട് നോക്കിയേ, വീട് നോക്കിയേ. जगह पता नहीं है भैया, गाड़ी ऊपर ऊपर जाएगा सामान परचेज ആളെത്തി കേട്ടോ. ഫൈനലി ലിബി എത്തി. ഓടിവാ. അതിനകത്ത് കൊച്ചിനുള്ള പാല്, പച്ചക്കറി, പിന്നെ കിട്ടിയില്ല. ബിസ്ക്കറ്റ് മാത്രമേ കിട്ടാത്തുള്ളൂ. ഒതുക്കുക, ഭക്ഷണം പാചകം ചെയ്യാം, വേറെ ഒന്നും നമ്മുടെ ഉദ്ദേശത്തിലില്ല. മനസ്സിലായില്ല. അതിന്റെ അകത്ത് വണ്ടി എത്തിക്കഴിഞ്ഞാൽ ഇതാ കുറച്ചും കൂടെ സുഖം കേട്ടോ. വലുതായതുകൊണ്ട് കൈ പിടിക്കാം. ഇതേ റേഞ്ച് കൂടുതൽ ഇതിനാ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ്. കിട്ടിയില്ല സ്ഥലങ്ങളല്ലടാ ഇതിന്. കിട്ടിയില്ല സ്ഥലങ്ങൾ. ഞാനൊരു സ്ഥലം ചോദിച്ചു. അവൻ പറഞ്ഞു കുർസിംഗ്. ഞാൻ പറഞ്ഞു അത് ഇതിന്റെ അല്ലേ, ഈ ചെറിയ സ്ഥലത്തിന്റെ പേര് പറയാൻ പറഞ്ഞു. അവസാനം അത് പറഞ്ഞു തന്നു. അപ്രകാരം ഞാൻ നിന്നോട് പറഞ്ഞേ. എല്ലായിടത്തും സ്ഥലമില്ല. സ്ഥലം ഇത് പറഞ്ഞു ഡാർജിലിംഗിന് പോകുന്ന റെയിൽവേ പാത. അത് ഞാൻ പറഞ്ഞാ സ്ഥലം അറിയത്തില്ല, നീ കയറണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് സ്ഥലം പറഞ്ഞില്ല. 5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് കൊച്ചിന് പാല് കിട്ടി.